നമസ്കാരം. തലപ്പുഴ മക്കിമലയിൽ കുഴിച്ചിട്ട നിലയിൽ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുകയാണ്. തണ്ടർ ബോൾട്ടിനെ അപായപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ഫോടക ശേഖരം സ്ഥാപിച്ചതെന്നതാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ കേസ് എടുത്തതിന് പിന്നാലെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. UAPAയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവായിരുന്ന കവിതയുടെ മരണത്തിന് പകരം ചോദിക്കാനോ ശക്തി തെളിയിക്കാനോ ആകാം ബോംബ് വച്ചതെന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കണ്ണൂർ അയ്യൻകുന്ന് ഊർപ്പുകുറ്റിയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് തണ്ടർ ബോൾട്ട് കവിതയെ വധിക്കുന്നത്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ കവിത ചികിത്സയിരിക്കെ മരിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ കവിതയുടെ മരണത്തിൽ പകരം ചോദിക്കുമെന്ന് വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് ഭീകരർ പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്തക്കടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്നായിരുന്നു ആ പോസ്റ്ററിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കുഴിച്ചിട്ട നിലയിൽ സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. ഇത് പിന്നീട് നിർവീര്യമാക്കിയിട്ടുണ്ട്. കബനി ദളത്തിന്റെ കമാൻഡർ CP മൊയ്തീൻ ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ട്. ഇയാളുടെ നേതൃത്വത്തിലാണ് സ്ഫോടക ശേഖരം കുഴിച്ചിട്ടതെന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2014 തിരുനെല്ലിയോട് ചേർന്നുള്ള കർണാടക അതിർത്തിയിൽ വെച്ച് ബോംബ് ഉണ്ടാക്കുന്നതിന് ഇടെയാണ് മൊയ്തീന്റെ ഒരു കൈപ്പത്തി തകർന്നത്. തണ്ടർ ബോൾട്ട് പതിവായി പരിശോധന നടത്തുന്ന വഴിയിലാണ് ഈ ഉഗ്രശേഷിയുള്ള സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. ഇതാണ് ഇവർ തണ്ടർ ബോൾട്ടിനെ ലക്ഷ്യമിട്ടാകാം ഇങ്ങനെയൊരു പ്ലാൻ തയ്യാറാക്കിയതെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കാൻ കാരണം. 30 മീറ്റർ അകലത്തേക്ക് മണ്ണിനടിയിലൂടെ വലിച്ച വയറുകൾ ഒരു മരത്തിന് താഴെയാണ് അവസാനിക്കുന്നത്. ഒരു വർഷത്തിനിടെ പലപ്പോഴായി തലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തലപ്പുഴ, കമ്പമല, മക്കിമല എന്നീ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം ശക്തമായി കൊണ്ടിരിക്കുന്നു. അതേസമയം കണ്ണൂരിലെ അവസ്ഥയും തികച്ചും സമാനമായി തന്നെ തുടരുകയാണ്. ദിനം പ്രതി പല ഭാഗത്തു നിന്നും ബോംബുകൾ കണ്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അവസാനമില്ലാത്ത ബോംബ് രാഷ്ട്രീയമാണ് ഇതിനെല്ലാം വ്യക്തമാക്കുന്നത് എന്ന് പലരും പറയുന്നു. ഒരാഴ്ചക്ക് മുമ്പാണ് ഇതിന്റെ എല്ലാം തെളിവായി അയൽപ്പക്കത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും തേങ്ങ പറയ്ക്കുന്നതിനിടയിൽ കഴിഞ്ഞ ആഴ്ച കണ്ണൂർ സ്വദേശിയായിട്ടുള്ള വേലായുധൻ എന്ന ഒരു വയോധികൻ ബോംബ് പൊട്ടി മരിക്കുന്നത്. വേലായുധനെ പോലെ എത്രയോ നിരപരാധികൾക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും കണ്ണൂരിലെ ഉൾപ്പെടെ ബോംബ് രാഷ്ട്രീയത്തിന് യാതൊരു കുറവും വരുന്നില്ല. 1/4 നൂറ്റാണ്ടിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബോംബ് രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കാത്തത് എന്നത് വലിയൊരു ചോദ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരം നടപടികളൊന്നും നടക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. എന്തായാലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയാകുന്ന സാഹചര്യമാണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തോന്നാത്ത തരത്തിലേക്ക് ഭയത്തോടെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.